നല്ലൊരു കാന്തൻ, നല്ലൊരു നാഥൻ എൻ്റെ യേശുവാ. 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 എൻ്റെ യേശുവേ ആരാധ്യനായോനേ, എൻ്റെ യേശുവേ ആരാധ്യനായോനേ. നല്ലൊരു കാന്തൻ, നല്ലൊരു നാഥൻ എൻ്റെ യേശുവാ. 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 വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ആമേൻ. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും അധികം സൗഖ്യമാക്കിയത് കുരുടന്മാരെയാണ്. കാരണം കാഴ്ച ഇല്ലെങ്കിൽ അവർ വീണുപോകും, വീഴ്ചയ്ക്ക് കാരണമായി തീരും. സ്തോത്രം. ആമേൻ. ഈ ഇരുളെന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഭാരമേറിയ അനുഭവം. സ്തോത്രം. ഇവിടെ പറയാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ്. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. എന്താണ് ഈ വാക്യത്തിനകത്ത് ഒരർത്ഥം? നിന്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ജീവിതം ശരിയാണ്. അതാണ് ഒരർത്ഥം. നിന്റെ കാഴ്ചപ്പാട് എങ്ങനെ ഇരിക്കുന്നു, ഒരു കാര്യത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു, അതനുസരിച്ചായിരിക്കും നിന്റെ ജീവിതം പണിതെടുക്കുന്നത്. ഹല്ലേലൂയ. പണ്ടത്തെ ഒരു ചൊല്ലില്ലേ, മഞ്ഞപ്പിത്തമുള്ളവന് കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നും. കാരണം എന്താണ്? അവൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റണം. കർത്താവ് ഈ തിരഞ്ഞെടുക്കുന്ന എല്ലാവരുടെ ലൈഫിൽ കാഴ്ചപ്പാടുകളെ മാറ്റും. അബ്രഹാമിനെ അബ്രഹാമാക്കി മാറ്റുന്നു. ആ ഒരു വിശാലത, ആ പേരിൽ പോലൊരു വിശാലത കർത്താവ് കൊടുക്കുകയാണ്. അവൻ്റെ ലൈഫിൽ ഒരു തലമുറയെ കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റുകയാണ്. അവൻ്റെ ഉള്ളിലുള്ള ഇടുക്കത്തെ കർത്താവ് മാറ്റുകയാണ്. ഒരു വിശാലമായ ഹൃദയം കൊടുക്കുകയാണ്. ഇവിടെയും കർത്താവ് പറയാണ്, കണ്ണ് ചുവള്ളതെങ്കിൽ ജീവിതം മുഴുവൻ, ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. തെറ്റായ ചില നമ്മുടെ കാഴ്ചപ്പാടുകളെ, വീക്ഷണങ്ങളെ നമുക്ക് മാറ്റണം. അതെങ്ങനെ മാറ്റാൻ പറ്റും? ജീവിതത്തെ മാറ്റാൻ ഏക വഴി ദൈവവചനമാണ്. ദൈവവചനമാണ് നമ്മുടെ ചിന്താധാരകളെ മാറ്റുന്നത്. നിങ്ങൾക്ക് വചനവുമായി ഒരു അടുത്ത ബന്ധമുണ്ടോ? നിങ്ങളുടെ ലൈഫ് ടോട്ടലി മാറിയിരിക്കും. സംഭാഷണങ്ങൾ മാറും. കാരണം വചനവുമായി സംസർഗം പുലർത്തുന്നവന് വചനത്തിൻ്റെ ഒരു സംസ്കാരമുണ്ടാകും. നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവവചനത്തെ കാണുക. അവിടെ നിങ്ങൾ കാണുന്നത് ദൈവത്തിൻ്റെ വീക്ഷണമാണ്. ഓരോ കാര്യത്തോടുള്ള ദൈവത്തിൻ്റെ വീക്ഷണം, അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റും. ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, സ്തോത്രം, ആമേൻ. കണ്ണ്, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് ചൂടുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവാത്മാവിനാൽ ഒരു വലിയ കാഴ്ചപ്പാട് ദൈവം തരികയാണ്. എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന യെശയ്യാവെന്ന് പറയുന്ന മനുഷ്യൻ, അവൻ്റെ കാഴ്ചപ്പാടിനെ കർത്താവ് ഒന്ന് മാറ്റി. ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്ന കണ്ടപ്പോൾ പിന്നെ മറ്റുള്ളവർക്കല്ല കുഴപ്പം, തനിക്കാണ് കുഴപ്പം. കാരണം തൻ്റെ കാഴ്ചപ്പാട് മാറിയതാണ്. ഈ ദിനങ്ങളിൽ കർത്താവെ, കാര്യങ്ങൾ കാണേണ്ട പോലെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ആമേൻ. സഭയ്ക്ക് ഉള്ളൊരു ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് കണ്ണ് തുറക്കുക. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കണ്ണുകളെ തുറന്നു. സ്തോത്രം, സ്തോത്രം. കണ്ണുകളെ തുറന്നു, ഹൃദയത്തെ തുറന്നു, ബുദ്ധിയെ തുറന്നു. ആമേൻ. ഇതെല്ലാം ബന്ധപ്പെടുന്നത് കാഴ്ചപ്പാടുമായി ബന്ധത്തിലാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ഇടുങ്ങിയ ഹൃദയങ്ങളെ വിശാലമാക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും തെക്കോട്ടും പടിഞ്ഞാറേക്കും പരക്കേണ്ട ഒത്തിരി വിശാലതയുള്ള വ്യക്തിയാണ്.
പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടുക്കമില്ല. യെസ്, നിങ്ങളുടെ ജീവിതത്തെ വിശാലമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തെറ്റായ ചിന്തകളെ നമുക്ക് മാറ്റാം. അതെങ്ങനെ മാറ്റും? only one, ഒരു വഴി, ദൈവത്തിൻ്റെ വചനം. പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ദൈവവചനവുമായി ബന്ധപ്പെടുക. ഈ വചനത്തിലൂടെ വചനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും അല്പം കൂടെ ശ്രദ്ധിക്കാൻ കർത്താവ് നമ്മെ ഉപദേശിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിൽ ഒരു ഹൃദയ വിശാലത അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാഴ്ചപ്പാടുകളെ, മനോഭാവങ്ങൾ അങ്ങ് വിശാലമാക്കണമേ. ഹൃദയത്തിൻ്റെ ഇടുക്കങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വലിയ ദർശനങ്ങൾ അവർക്കുണ്ടാവട്ടെ. വലിയ ദൈവപദ്ധതികൾ കാണുവാൻ അവരെ സഹായിക്കണമേ. അവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. ബുദ്ധിയെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഹൃദയ വിശാലതയുള്ളൊരു വിശാലതയുള്ളൊരു ഹൃദയം ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണമേ. എവിടേക്കോ ഇടുങ്ങിപ്പോയിട്ടുണ്ട്, ഇടുങ്ങിയ ചിന്തകൾ വന്നിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. ഞങ്ങളെ സൗഖ്യമാക്കണമേ. വിശാലമായി കണ്ട് വിശാലമായ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, ദൈവത്തിൻ്റെ രാജ്യം പണിയുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ നേർ കാണാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ രാജാവിനെ കാണാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ നീരൊഴുക്ക് കാണാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ തിരുവെഴുത്തിലെ അത്ഭുതങ്ങൾ കാണാൻ സഹായിക്കണമേ. കർത്താവിന് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നവരെ, ഇത് കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ കണ്ണുകളെ തുറക്കുന്നു, അവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മേൽ ആരോഗ്യത്തെ കൽപ്പിക്കുന്നു, അഭിവൃദ്ധിയെയും ഉയർച്ചകളെയും കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് കൂടെയുണ്ട്. സന്തോഷത്തോടെ ആയിരിക്കുക. മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.